നമസ്കാരം. ഈ OLX നമ്മൾ ഒരുപാട് ആഡ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനകത്ത് ഈ ജോബിൻ്റെ ആഡ്സും ഒരുപാട് വരാറുണ്ട്. ജോബിൻ്റെ ആഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മിക്കതും വലിയ വലിയ കമ്പനി, ലൈലാൻഡ്, മറ്റേ വിപ്രോയോ, മൈക്രോസോഫ്റ്റ്, അങ്ങനെ പല ഇതൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അവരുടെ HR എന്നുള്ള രീതിയിൽ കൂടെ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ കൊടുക്കാറുണ്ട്. സ്റ്റാർട്ടിങ് തന്നെ നല്ല സാലറി ആണ് അവർ പറയുന്നത്. ഓക്കെ, 80,000 ഒക്കെ പറയും. ചിലതൊക്കെ എന്താണ്, ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, എക്സ്പീരിയൻസും വേണ്ട, സ്റ്റാർട്ടിങ് 30. മനസ്സിലാക്കുക, അങ്ങനെ ഉള്ള ഒരു കമ്പനിയും ഇന്ത്യയിലൊന്നുമില്ല. ഓക്കെ, എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാണ്ട് 30 ഒക്കെ സ്റ്റാർട്ടിങ് കൊടുക്കുന്ന സ്ഥാപനമൊന്നും ഇന്ത്യയിലൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ അത് ഈ +2 ക്വാളിഫിക്കേഷനൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ 10 പറയുന്നുണ്ട്, 10 വെച്ച് ഒരു ഡിഗ്രിയും വേണ്ടാണ്ട് പറയുന്നുണ്ട്. വരിക, സ്റ്റാർട്ടിങ് ഇത്ര സാലറി, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ. അങ്ങനെയുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് അവിടെ പോയി ചതിക്കപ്പെടുന്നുണ്ട്. ഡെപ്പോസിറ്റ് ചോദിക്കും, 4,500 രൂപ, 4,000, 3,000 പല രീതിയിലാണ് ഡെപ്പോസിറ്റ് ചോദിക്കുന്നത്. കർണാടകയിൽ നിന്നാണ് തോന്നി വരുന്നത്, ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് വിളിക്കും. അത് ഈ മലയാളി പെൺകുട്ടികളൊക്കെയാണ് തോന്നി വിളിക്കുന്നത്. ശ്രദ്ധിക്കണം. ആദ്യം ഇത്ര ഡെപ്പോസിറ്റ് അടയ്ക്കണമെന്ന് പറയും. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കാണ് ചതി മനസ്സിലാവുന്നത്. അങ്ങനെ ജോലിയൊന്നും കാണത്തില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ നിർബന്ധമായിട്ടും പൈസ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുക, ഭീഷണിപ്പെടുത്തുക. പോലീസ് പരാതിപ്പെടാൻ പറ്റത്തില്ല. പോലീസുകാരവിടെ മാസപ്പടി മേടിക്കുന്നതെന്നാണ് പറയുന്നത് ഇവരുടെ ഇങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങളുടെ. ഓക്കെ, നിങ്ങളവിടെ ഇൻ്റർവ്യൂവിന് കൊണ്ട് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തമ്മിലേക്ക് വേറെ ആളുകൾ കാണും, നിങ്ങളെ മാറ്റിയായിരിക്കും. ഇവർ നിങ്ങൾ തമ്മിൽ സംസാരിക്കരുതെന്ന് പറയും, ക്യാമറ ഉണ്ടെന്ന് പറയും, തമ്മിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ റിപ്പോർട്ട് കുറച്ച് നാളെ തൊട്ടേ വരുന്നുണ്ട്. ഇപ്പോൾ ഈയിടെയും ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം. അത് എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് OLX നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ കുറേ ജോബ് പോസ്റ്റിങ്സുകൾ കാണാൻ പറ്റുന്നുണ്ട്. മിക്കണം നമുക്ക് ഒറ്റ മനസ്സിലാവും അത് ഫേക്കാണെന്നുള്ളത്. കാരണം അത് ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷനും അത് ഓഫർ ചെയ്യുന്ന സാലറി എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഫേക്കാണ്. ഓക്കെ, നല്ല കമ്പനീസൊന്നും OLXലൊന്നും അങ്ങനെ ഇടത്തില്ല. നല്ല സ്ഥാപനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്താണ് ഇൻഡീഡോ, ഗ്ലാസ് ഡോറോ, ലിങ്ക്ഡിനോ ഒക്കെ അങ്ങനെയുള്ള ഓരോ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആയിരിക്കും അവർ ജോബിൻ്റെ പോസ്റ്റിങ്സ് ചെയ്യുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ OLXലൊന്നും നല്ല കമ്പനീസൊന്നും ഇടത്തില്ല. ആണെങ്കിൽ OLXനകത്ത് എന്താണ് എയർപോർട്ടിലേക്ക് ജോലി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ചെന്ന് കയറി കൊടുക്കരുത്, അവർ ഡെപ്പോസിറ്റൊക്കെ ചോദിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ കണക്ക് ഒരുപാട് ഇങ്ങനെ വലിയ സ്കാം തന്നെ നടക്കുന്നുണ്ട്. നല്ല എമൗണ്ടാണ് അവർ. അത് ഈ മലയാളികൾ ഇത്രയും വെച്ച് ചതിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് അവർ എന്തുകൊണ്ട് പുറത്ത് പറയുന്നില്ല എന്ന് വെച്ചാൽ നാണക്കേട് കരുതിയിട്ടാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ പോയിട്ട് വഞ്ചിക്കപ്പെട്ടു എന്ന് കരുതിയിട്ടായിരിക്കാം ആരും പരാതിപ്പെടാത്തത്. അല്ലാണ്ട് വലിയ സ്കാം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എന്തിന് കേരളത്തിലെ ടെക്നോ പാർക്കിൽ തന്നെ ഓരോ കള്ള അഡ്രസ്സ് വെച്ചിട്ട് ഓരോ കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് അവിടുന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഇത് നമുക്ക് അഡ്രസ്സ് മേടിക്കാൻ പറ്റും പൈസ കൊടുത്തിട്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യും ഇവർ? അങ്ങനെ ഒരു കമ്പനിയൊന്നും കാണുകയില്ല. ഓക്കെ, എന്നിട്ട് ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതിന് ശേഷം പറ്റിക്കുക. ജോബെന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ ജോബെന്നും കൊണ്ട് പറ്റിക്കുകയാണ്. എല്ലാം പറ്റിപ്പ് പരിപാടിയാണ്.